മറ്റുള്ളവരെന്ത് വിചാരിക്കും? പലരുടെയും ജീവിതത്തിനും ആഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് വീഴുന്നത് ഈ ചിന്തയിൽ നിന്നാണ്. നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന ഒട്ടുമിക്ക പേരും ഇങ്ങനെ ഒരു ചിന്ത ഉള്ളവരായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ സാമൂഹിക ചുറ്റുപാട്. എന്നാൽ ഈ ഒരു ചിന്ത അതിൻ്റെ അങ്ങേയറ്റമാവുകയും പുറത്തിറങ്ങാൻ പോലും മടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു വ്യക്തി എത്തുകയും ചെയ്യുമ്പോൾ അതൊരു ചികിത്സ തേടേണ്ട മാനസികാവസ്ഥയായി മാറുന്നു. സോഷ്യൽ ആങ്സൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ എന്ന മാനസികാവസ്ഥ സാമൂഹ്യ ചിന്തകളെയും വിലയിരുത്തലുകളെയും കുറിച്ചുള്ള തീവ്രമായ ഭയമാണ്. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവർക്കിടയിൽ താൻ എങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടും എന്ന ഉത്കണ്ഠയിൽ അമിതമായി വേവലാതിപ്പെടുന്നു. ഈ ഭയം ഒരാളെ സാമൂഹിക ഇടപെടലുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലേക്കോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലെത്തുമ്പോൾ പൂർണ്ണമായും അസ്വസ്ഥരായി മാറുന്നതിലേക്കോ എത്തിക്കുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആ ഒരാൾ സോഷ്യൽ ഗ്യാതറിങ്സിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ജീവിക്കാൻ തുടങ്ങുന്നു. ജനറ്റിക് കാരണങ്ങൾ മുതൽ ചെറുപ്പകാലത്തെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വരെ ഒരു വ്യക്തിയെ സോഷ്യൽ ആങ്സൈറ്റിയിലേക്ക് എത്തിച്ചേക്കാം. സോഷ്യൽ ആങ്സൈറ്റിയെ ഒരു വ്യക്തിയുടെ സ്വഭാവമായി കാണുകയും ആ വ്യക്തി അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയുമാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, എക്സ്പോഷർ തെറാപ്പി തുടങ്ങിയ തെറാപ്പികളിലൂടെയും മെഡിക്കേഷൻസിലൂടെയും പൂർണ്ണമായും മാറ്റിയെടുക്കാനാവുന്ന അവസ്ഥയാണിത്. നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക. ഒരു സാധാരണ ജീവിതം എല്ലാവരും അർഹിക്കുന്നു.